ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗ് IPL സ്റ്റാർട്ട് ചെയ്യാൻ ഇനി ഏതാനും ആഴ്ചകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ ഒരു IPL സീസൺ എല്ലാ ടീമുകളെ സംബന്ധിച്ചും ഓരോ പ്ലെയേഴ്സിൻ്റെ ഫാൻസിനെ സംബന്ധിച്ചും ഓരോ ടീംസിൻ്റെ ഫാൻസിനെ സംബന്ധിച്ചും വളരെയധികം എക്സ്പെക്റ്റേഷൻ കൂടിയിട്ടുള്ളതാണ്. നമുക്കറിയാം ഈ ഒരു IPL സീസൺ ഏറെ ഇമ്പോർട്ടൻ്റ് ആകാനുള്ള ഏറ്റവും ആദ്യത്തെ കാരണമെന്ന് പറയുന്നത് വരാൻ പോകുന്ന T20 വേൾഡ് കപ്പ് തന്നെയാണ്. T20 വേൾഡ് കപ്പിലേക്ക് പ്ലേയേഴ്സിനെ സെലക്ഷൻ നല്ല രീതിയിൽ തലവേദനയായിട്ടുണ്ട്, എസ്പെഷ്യലി ഫോർ BCCI. അപ്പോൾ പല പൊസിഷനും ഇപ്പോഴും ലോക്ക്ഡ് ആണെങ്കിലും പല പൊസിഷനിലും ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള താരങ്ങളുടെ എണ്ണം വളരെയധികം കൂടുതലാണ്. സോ അവരുടെ പെർഫോമൻസ് ഈ ഒരു IPL സീസണിൽ എങ്ങനെയാകും എന്നുള്ളത് വളരെയധികം നിർണായകമായിട്ടൊരു കാര്യം തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഫൈറ്റ് വരാൻ സാധ്യതയുള്ളൊരു പൊസിഷൻ എന്ന് പറയുന്നത് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനാണ്. KL രാഹുൽ, സഞ്ജു സാംസൺ, ജിതേഷ് ശർമ്മ, പരിക്കുമാറിയിട്ട് വരാൻ പോകുന്ന ഋഷഭ് പന്ത്, ധ്രുവ് ജൂറൽ ഉൾപ്പെടെയുള്ള താരങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു പൊസിഷന് വേണ്ടി. സോ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ ഒരു IPL സീസണിൽ മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്ന വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാന് ഒരു 25 അല്ലെങ്കിൽ 27+ ആവറേജ് ഉള്ളൊരു താരം നല്ല പൊട്ടൻഷ്യൽ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ വരാൻ പോകുന്ന T20 വേൾഡ് കപ്പിലേക്ക് സെലക്ട് ചെയ്യപ്പെടും. അപ്പോൾ വളരെയധികം നിർണായകമാണ് അവരെ സംബന്ധിച്ച്. പല പൊസിഷനിൽ ലോക്ക്ഡ് ആയിട്ടുണ്ടെങ്കിലും സീനിയർ താരങ്ങളെ സംബന്ധിച്ച് ടീമിൽ സെലക്ട് ചെയ്യപ്പെട്ടാലും ഈ ഒരു IPL സീസണിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചില്ലെങ്കിൽ ചിലപ്പോൾ തട്ടി താഴെ പോകാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. ഋഷഭ് പന്തിൻ്റെ കീപ്പിങ്ങിനെക്കുറിച്ച് ഇതുവരെ ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടില്ല എങ്കിലും അദ്ദേഹം കീപ്പ് ചെയ്യാൻ ഒരു 2-3 ആഴ്ച കഴിഞ്ഞ് കീപ്പ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലെന്നാണ് പറയുന്നത്. ഇപ്പോൾ അറിയാൻ സാധിച്ചുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് മാർച്ച് 22 അല്ലെങ്കിൽ 23 IPL സ്റ്റാർട്ട് ചെയ്യും, മെയ് അവസാന വീക്കോട് കൂടി എൻഡ് ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. നമുക്കറിയാം T20 വേൾഡ് കപ്പ് വരുന്നത് കൊണ്ട് തന്നെ കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് വേണം പ്ലേയേഴ്സിന് ആ ഒരു T20 വേൾഡ് കപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ എടുത്ത് പറയുന്ന മറ്റൊരു കാര്യമാണ്, ഈ ഒരു IPLനെ ഏറെ പ്രത്യേകതയാക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിടി സീനിയർ താരങ്ങളുടെ അവസാന IPL സീസൺ ആയിരിക്കും ഇത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ പ്ലേയേഴ്സിൻ്റെ പേരെടുത്ത് പറയുന്നില്ല, ഒരുപാട് താരങ്ങളുടെ അവസാന IPL സീസൺ ആയിരിക്കും ഇത്. അതോടൊപ്പം തന്നെ കപ്പ് ഇതുവരെ അടിക്കാത്ത കുറച്ച് ടീമുകളുണ്ട്. ആ ഒരു ടീമുകളെ ഏറെ നോക്കിക്കാണുന്നുണ്ട് പല താരങ്ങളും അല്ലെങ്കിൽ പല ആരാധകരും. അപ്പോൾ ആരാധകരെ സംബന്ധിച്ച് ഈ ഒരു IPL സീസൺ ആ ഒരു രീതിയിലും ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റേഷൻ കൊടുക്കുന്ന ഒന്ന് തന്നെയാണ്. പല ടീമുകളുടെയും സ്ക്വാഡൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്. ഒരുപാട് നെഗറ്റീവും ഒരുപാട് പോസിറ്റീവ് സൈഡുമുള്ള സ്ക്വാഡുകളുണ്ട്. ഇവരെങ്ങനെയാണ് ഇതിനെ ഒരു വെൽ ബാലൻസ്ഡ് സ്ക്വാഡായിട്ട് കൊണ്ടുപോകാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാം, അതിനകത്ത് ഉത്തമ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ RCB തന്നെയാണ്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ മുംബൈയിൽ വലിയ മാറ്റങ്ങൾ വന്നു. രോഹിത് ശർമ്മയ്ക്ക് സ്റ്റെപ്പ് ഡൗൺ ചെയ്യേണ്ടി വന്നു. ക്യാപ്റ്റൻസി ചെയ്യുന്ന ഹാർദിക് പാണ്ഡ്യ ആയിരിക്കും ക്യാപ്റ്റൻ എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അവരെങ്ങനെ പെർഫോം ചെയ്യും ഹാർദിക് പാണ്ഡ്യയുടെ അണ്ടറിൽ? അതോടൊപ്പം തന്നെ ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്ന് ഹാർദിക് പാണ്ഡ്യ ഇങ്ങനെ മാറിപ്പോയതുകൊണ്ട് ഗില്ലിന് ക്യാപ്റ്റൻസി കൊടുക്കുന്നു. യങ്ങസ്റ്റ് ആയിട്ടൊരു പ്ലെയർ ക്യാപ്റ്റൻ ആകുമ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമോ? അതോടൊപ്പം തന്നെ പ്രോബബ്ലി ഞാൻ പറഞ്ഞ പോലെ തന്നെ ധോണിയുടെ അവസാന സീസൺ ആവാനുള്ള സകല സാധ്യതയും ഈ ഒരു IPL സീസണിലുണ്ട്. അങ്ങനെ വരുമ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഫ്യൂച്ചർ ക്യാപ്റ്റൻ ആരായിരിക്കും ഈ ഒരു സീസണിൽ നല്ലപോലെ അവർക്ക് വേണ്ടി പെർഫോം ചെയ്യുക എന്നൊക്കെ ഭയങ്കരമായിട്ട് കാത്തിരിക്കുന്ന ഒരു സീസൺ തന്നെയാണ്. എല്ലാ ടീമുകളെ സംബന്ധിച്ച് ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ പാറ്റ് കമ്മിൻസ്, മിച്ചൽ സ്റ്റാർക്ക് എന്നിവരുടെ ആ ഒരു IPL തുക തന്നെ ഇതിൻ്റെ അകത്ത് വളരെയധികം നമ്മളെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നോക്കിക്കാണുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത്രയും തുക കൊടുത്തെടുത്തിട്ട് അവർ മികച്ച രീതിയിൽ കളിക്കുമോ എന്നൊക്കെ നമ്മൾ നോക്കിയെന്ന് കാണുന്ന ഒരു സീസൺ തന്നെയാണ്. അപ്പോൾ എന്തായാലും സീസൺ സ്റ്റാർട്ട് ചെയ്യാൻ ഇനി ഏതാനും ആഴ്ചകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പം ഈ ഒരു ഡേറ്റുകൾ പോകുന്ന റോക്കറ്റ് വിട്ട പോലാണ്. ഇതിനോടകം തന്നെ February 7 ആയിട്ടുണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ. ഇനി ഏതാനും ആഴ്ചകൾ മാത്രമേ ബാക്കിയുള്ളൂ. 2024 ഇങ്ങനെ ചെറപറ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വരാൻ പോകുന്ന IPL സീസണിൽ നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എടുത്ത് പറയാനുള്ളത്, എന്തൊക്കെ വീഡിയോസാണ് നിങ്ങൾ ഈ ഒരു ചാനലിൽ നിന്നും IPL സീസണെ സംബന്ധിച്ച് അല്ലെങ്കിൽ IPLനെ സംബന്ധിച്ച് എക്സ്പെക്റ്റ് ചെയ്യുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ രീതിയിലുള്ള വീഡിയോകൾ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. ഇതൊരിക്കലും ഒരു അനാലിസിസ് വീഡിയോ കാര്യങ്ങളൊന്നും അല്ല. ഞാൻ എൻ്റെ IPL ഗസ്സുകളെക്കുറിച്ച് അല്ലെങ്കിൽ IPL സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ IPL എക്സ്പെക്റ്റേഷനെക്കുറിച്ച് പറയുന്നൊരു വീഡിയോ മാത്രമാണിത്. അപ്പോൾ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് താല്പര്യമുള്ള വീഡിയോസ് എന്ത് രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് കൂടി കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും കൂടി ചേർക്കുക. ബൈ ഗൈസ്.